മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഇനി വരാനിരിക്കുന്ന വമ്പൻ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക. മലയാളികളുടെ പ്രിയപ്പെട്ട മമ്മൂക്കയുടെ ഇനി വരാനിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഇന്നത്തെ വീഡിയോയിൽ ആദ്യം പറയുന്നത് ഒരു തമിഴ് ചിത്രത്തെ പറ്റിയാണ്. ധനുഷിനെ നായകനാക്കി രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും. ചിത്രത്തിൽ വളരെ നിർണായകമായ ഒരു കഥാപാത്രത്തിനാകും അദ്ദേഹം ജീവൻ നൽകുക. ധനുഷിന്റെ വണ്ടർ ബാർ ഫിലിംസും ആർട്ടേക്ക് സ്റ്റുഡിയോസുമായി സഹകരിച്ചാണ് ഈ പാൻ ഇന്ത്യൻ ചിത്രം നിർമ്മിക്കുന്നത്. അമരനു ശേഷം രാജ്കുമാർ പെരിയസ്വാമി ഒരുക്കുന്ന ചിത്രമാണിത്. 8 വർഷത്തിനു ശേഷം മമ്മൂട്ടി തമിഴിൽ വീണ്ടും എത്തുന്നുവെന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. 2018 റാം ഒരുക്കിയ പേരൻപ് എന്ന ചിത്രത്തിലായിരുന്നു മമ്മൂട്ടി അവസാനമായി തമിഴിലെത്തിയത്. അതിലെ അതിഗംഭീര പ്രകടനത്തിന് വലിയ പ്രേക്ഷക നിരൂപക പ്രശംസയും മമ്മൂട്ടി നേടിയിരുന്നു. തമിഴിൽ ഒട്ടേറെ ചിത്രങ്ങളിൽ നായകനായി ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള താരം കൂടിയാണ് മമ്മൂട്ടി. അതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും തമിഴിലെത്തുമ്പോൾ ആരാധകരുടെ ആവേശം വളരെ വലുതാണ്. തൻ്റെ കരിയറിൽ വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടിയുടെ പുതിയ കഥാപാത്രം ഏതെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകരും സിനിമാ പ്രേമികളും. ധനുഷ്, മമ്മൂട്ടി എന്നിവർ കൂടാതെ വമ്പൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്. സായി പല്ലവി നായികാവേഷം ചെയ്യുന്ന ചിത്രത്തിൽ ശ്രീലീലയും പ്രധാന കഥാപാത്രമായി എത്തുന്നു. മാരി 2 എന്ന ചിത്രത്തിനു ശേഷം ധനുഷ് സായി പല്ലവി ടീം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. 13 വർഷത്തിനു ശേഷം മമ്മൂട്ടിയും ധനുഷും ഒന്നിച്ചെത്തുന്നുവെന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. 2013 മലയാളത്തിൽ പുറത്തുവന്ന മമ്മൂട്ടി ദിലീപ് ചിത്രം കമ്മത്താൻ്റെ കമ്മത്തിൽ ധനുഷ് അതിഥി വേഷത്തിൽ എത്തിയിരുന്നു. മമ്മൂട്ടി ആരാധകർ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഈ ഒരു ചിത്രം ഒരു മികച്ച വിജയം തന്നെ സ്വന്തമാക്കട്ടെ. അടുത്തതായിട്ട് ഞാൻ പറയുന്നത് മമ്മൂട്ടി ആരാധകർ വളരെ പ്രതീക്ഷ വെക്കുന്ന മറ്റൊരു ചിത്രത്തെ പറ്റിയാണ്. മമ്മൂട്ടി ഖാലിദ് റഹ്മാൻ ചിത്രം. സൂപ്പർ ഹിറ്റ് ചിത്രമായ ഉണ്ടയ്ക്ക് ശേഷം മമ്മൂട്ടിയും ഖാലിദ് റഹ്മാനും വീണ്ടും ഒന്നിക്കുന്നു. ബ്ലോക്ക് ബസ്റ്റർ ചിത്രം മാർക്കോ, പെപ്പെ നായകനായ ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന കാട്ടാളൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ക്യൂബിക്സ് എന്റർടൈൻമെന്റ് നിർമ്മിക്കുന്ന മൂന്നാമത്തെ ചിത്രത്തിലാണ് മമ്മൂട്ടി നായകനാകുന്നത്. നിയോഗ്, സുഹാസ്, ഷർഫു എന്നിവർ ചേർന്ന് രചന നിർവഹിക്കുന്ന ചിത്രം മമ്മൂട്ടി എന്ന നടനും താരത്തിനുമുള്ള ആദരമായാണ് ഒരുക്കുന്നതെന്നാണ് നിർമ്മാതാക്കൾ അറിയിച്ചത്. മലയാളത്തിലെയും മലയാളത്തിന് പുറത്തുമുള്ള ഒട്ടേറെ വമ്പൻ താരങ്ങൾ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. 2026 ചിത്രീകരണം ആരംഭിക്കുന്ന ചിത്രം ബിഗ് ബജറ്റിൽ മാസ് എന്റർടൈനറായാണ് ഒരുങ്ങുന്നത്. ഇന്ത്യൻ സിനിമയിലെ വമ്പൻ സാങ്കേതിക പ്രവർത്തകരാണ് ചിത്രത്തിന്റെ പിന്നണിയിൽ അണിനിരക്കുന്നത്. ആലപ്പുഴ ജിംഖാന എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ഖാലിദ് റഹ്മാൻ ഒരുക്കുന്ന ചിത്രമാണിത്. കൂടാതെ ടിക്കി ടാക്കിക്ക് ശേഷം നിയോഗ് രചന നിർവഹിക്കുന്ന ചിത്രം കൂടിയാണിത്. ക്യൂബിക്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ഈ ഒരു ചിത്രം മമ്മൂട്ടി ആരാധകർ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. അടുത്തതായി ഞാൻ പറയുന്നത് മമ്മൂട്ടി ആരാധകർ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രത്തെ പറ്റിയാണ്. മമ്മൂട്ടി നിതീഷ് സഹദേവൻ ചിത്രം. സൂപ്പർ ഹിറ്റ് കോമഡി റോഡ് മൂവി ഫാലിമിക്ക് ശേഷം മമ്മൂട്ടിയെ നായകനാക്കി നിതീഷ് സഹദേവൻ ഒരുക്കുന്ന ചിത്രം ഉടൻ ആരംഭിക്കും. തൻ്റെ ആദ്യ ചിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായ പരീക്ഷണമായിരിക്കും പുതിയ ചിത്രത്തിലെന്ന് സംവിധായകൻ നിതീഷ് സഹദേവൻ വെളിപ്പെടുത്തി. ഡാർക്ക് ഹ്യൂമറിന് പ്രാധാന്യം നൽകുന്ന ആക്ഷൻ മാസ് എന്റർടൈനർ ആയിരിക്കും ചിത്രമെന്നാണ് റിപ്പോർട്ട്. പുരുഷ കേന്ദ്രീകൃത കഥയായിരിക്കുമെങ്കിലും കഥാഗതിയെ മുന്നോട്ട് നയിക്കുന്നത് 9 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ കഥാപാത്രമായിരിക്കും. ഈ സിനിമയിൽ നായിക കഥാപാത്രമില്ല. കേരള തമിഴ്നാട് ബോർഡർ പശ്ചാത്തലമാക്കി ഒരുങ്ങുന്ന സിനിമയിൽ മമ്മൂട്ടി ഒരു ഗ്യാങ്സ്റ്ററായിട്ടാണ് എത്തുന്നത്. രാജമാണിക്യം പോലെ വളരെ വ്യത്യസ്തവും ഹ്യൂമറുള്ള തരത്തിലുമായിരിക്കും മമ്മൂട്ടി കഥാപാത്രത്തിന്റെ സംസാര ശൈലി. സിനിമയ്ക്കായി ഒരു സാങ്കല്പിക ലോകം സൃഷ്ടിച്ചായിരിക്കും ചിത്രീകരണം. ആക്ഷനും വലിയ പ്രാധാന്യമുണ്ടായിരിക്കും. നിതീഷിനൊപ്പം അനുരാജ് ഓബി കൂടി ചേർന്നാണ് ഈ മമ്മൂട്ടി ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത്. അഗ്നിവേഷ് രഞ്ജിത്താണ് പ്രൊഡക്ഷൻ ഡിസൈനർ. കാവ്യ ഫിലിംസിന്റെ ബാനറിൽ വേണു കുന്നംപള്ളി ആയിരിക്കും ഈ ചിത്രം നിർമ്മിക്കുകയെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മമ്മൂട്ടി കമ്പനി നിർമ്മാണം ഏറ്റെടുത്തതായാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏറ്റവും ചെലവേറിയ ചിത്രമായിരിക്കും ഇത്. മമ്മൂട്ടി നിതീഷ് സഹദേവൻ കോംബോയിൽ വരുന്ന ഈ ഒരു ചിത്രം മികച്ച വിജയമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ഞാൻ പറയുന്നത് മമ്മൂട്ടി ആരാധകർ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രത്തെ പറ്റിയാണ്. മമ്മൂട്ടി അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രം. 3 പതിറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം അടൂർ ഗോപാലകൃഷ്ണനും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്ന സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ്. പദയാത്ര എന്നാണ് സിനിമയുടെ പേര്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 8ാമത്തെ ചിത്രം കൂടിയാണിത്. അടൂരും KV മോഹൻകുമാറും ചേർന്നാണ് കഥാ തിരക്കഥാ സംഭാഷണം ഒരുക്കിയിരിക്കുന്നത്. മുഖ്യ സംവിധാന സഹായി മീര സാഹിബ്, ഛായാഗ്രഹണം ഷഹനാസ് ജലാൽ, എഡിറ്റിംഗ് പ്രവീൺ പ്രഭാകർ, കലാസംവിധാനം ഷാജി നടുവിൽ, സംഗീതം മുജീബ് മജീദ്. മതിലുകൾ, അനന്തരം, വിധേയൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അടൂർ ഗോപാലകൃഷ്ണനും മമ്മൂട്ടിയും ഒരുമിക്കുന്ന ചിത്രമാണിത്. ചിത്രത്തിന്റെ ചിത്രീകരണം എറണാകുളം ഭാഗത്ത് പുരോഗമിക്കുകയാണ്. തകഴി ശിവശങ്കരപ്പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് സിനിമയെന്നാണ് റിപ്പോർട്ടുകൾ.
ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം അനൂപ് സിത്താരയും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കൂടാതെ ദിലീപ് ഒരു അതിഥി വേഷത്തിലും എത്തുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 1950കളിലെ കുട്ടനാട്ടിലെ കർഷകരുടെ ജീവിതം പറഞ്ഞ നോവലാണ് രണ്ടിടങ്ങഴി. 1958ൽ ഈ നോവലിനെ ആസ്പദമാക്കി ഒരു സിനിമ ഇറങ്ങിയിരുന്നു. രണ്ടിടങ്ങഴിയാണ് സിനിമയാകുന്നതെങ്കിൽ ഇത് നോവലിനെ പശ്ചാത്തലമാക്കിയുള്ള രണ്ടാമത്തെ സിനിമയാണ്. 1994ൽ പുറത്തിറങ്ങിയ വിധേയനു ശേഷം 31 വർഷങ്ങൾക്കിപ്പുറമാണ് മമ്മൂട്ടിയും അടൂർ ഗോപാലകൃഷ്ണനും ഒരുമിച്ച് സിനിമ ചെയ്യുന്നത്. വിധേയനിലെ ഭാസ്കര പട്ടേലിന് മമ്മൂട്ടിക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചിരുന്നു. മമ്മൂട്ടിയല്ലാതെ മറ്റൊരാളെ ചിത്രത്തിനായി പരിഗണിച്ചിരുന്നില്ലെന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ മുമ്പ് പറഞ്ഞിരുന്നത്. മതിലുകളിലെ അഭിനയത്തിനായിരുന്നു മമ്മൂട്ടിക്ക് ആദ്യ ദേശീയ അവാർഡും അടൂർ ഗോപാലകൃഷ്ണന് മികച്ച സംവിധായകനുള്ള അവാർഡും ലഭിച്ചത്. 2016ൽ പുറത്തിറങ്ങിയ പിന്നെയുമാണ് അടൂരിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അവസാന സിനിമ. അടൂർ ഗോപാലകൃഷ്ണനും മമ്മൂട്ടിയും വീണ്ടും ഒരുമിക്കുമ്പോൾ ഒരു മികച്ച കലാമൂല്യമുള്ള സിനിമയായിരിക്കുമെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. അടുത്തത് ഞാൻ പറയുന്നത് മമ്മൂട്ടിയുടേതായിട്ട് ഇനി പുറത്തിറങ്ങാനുള്ള പ്രേക്ഷകർ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ചിത്രത്തെ പറ്റിയാണ്. പാട്രിയേറ്റ്. മമ്മൂട്ടിയെ നായകനാക്കി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പാട്രിയേറ്റ്. ആരാധകർ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണിത്. മോഹൻലാലും മമ്മൂട്ടിയും നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരുമിക്കുന്നത് കൊണ്ട് തന്നെ ചിത്രത്തിനായി ആകാംക്ഷയോടുകൂടിയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. 2026 ഏപ്രിൽ 23 ആഗോളതലത്തിൽ ചിത്രം തിയേറ്ററുകളിലെത്തും. വൻ താരനിര അണിനിരക്കുന്ന ചിത്രത്തിൽ വില്ലനായി എത്തുന്നത് ഫഹദ് ഫാസിലാണ്. മാലിക് എന്ന ഫഹദ് ഫാസിൽ ചിത്രത്തിന് ശേഷം മഹേഷ് നാരായണൻ ഒരുക്കുന്ന ചിത്രമാണ് പാട്രിയേറ്റ്. ചിത്രം നിർമ്മിക്കുന്നത് ആൻഡോ ജോസഫ് ഫിലിം കമ്പനി, കിച്ചപ്പു ഫിലിംസ് എന്നിവയുടെ ബാനറിൽ ആൻഡോ ജോസഫ്, KG അനിൽകുമാർ എന്നിവർ ചേർന്നാണ്. 17 വർഷത്തിന് ശേഷമാണ് മമ്മൂട്ടിയും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്നത്. വമ്പൻ മുതൽ മുടക്കിലാണ് ചിത്രം ഒരുങ്ങുന്നത്. വിവിധ രാജ്യങ്ങളിലെ 10ലധികം ഷെഡ്യൂളുകളിലായി 1 വർഷത്തിലധികം നീണ്ട ചിത്രീകരണത്തിനൊടുവിലാണ് പാട്രിയേറ്റ് പൂർത്തിയായത്. ഇന്ത്യ, ശ്രീലങ്ക, UK, അസർബൈജാൻ, UAE എന്നിവിടങ്ങളിലെ വിവിധ ലൊക്കേഷനുകളിലായിരുന്നു ചിത്രീകരണം. ഇന്ത്യയിൽ ചിത്രീകരിച്ചത് വൻ നഗരങ്ങളായ ഡൽഹി, മുംബൈ, ഹൈദരാബാദ്, കൊച്ചി എന്നിവിടങ്ങളിലാണ്. മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ എന്നിവർക്ക് പുറമെ കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രാജീവ് മേനോൻ, രേവതി, ജിനു ജോസഫ്, ഡാനിഷ് ഹുസൈൻ, ഷഹീം സിദ്ദിഖ്, സനൽ അമൻ, ദർശന രാജേന്ദ്രൻ, സെറിൻ ഷിഹാബ് എന്നിവരും ചിത്രത്തിൽ അണിനിരക്കും. വമ്പൻ സാങ്കേതിക നിലവാരത്തിലും ക്യാൻവാസിലുമാണ് ചിത്രം ഒരുങ്ങുന്നത്. മലയാളത്തിൽ ഏറ്റവും അധികം രാജ്യങ്ങളിൽ ചിത്രീകരിച്ച സിനിമ എന്ന ബഹുമതിയും ഇപ്പോൾ പാട്രിയേറ്റിനാണ്. മഹേഷ് നാരായണൻ തന്നെയാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. സുഷീൻ ശ്യാമാണ് ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത്. ഈ ഒരു ചിത്രം ഒരു മികച്ച വിജയം തന്നെ സ്വന്തമാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് ഞാൻ പറയുന്നത് മമ്മൂട്ടി ആരാധകർ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ചിത്രത്തെ പറ്റിയാണ്. മമ്മൂട്ടി അതിഥി വേഷത്തിലെത്തുന്ന രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രം. 22 വർഷങ്ങൾക്ക് ശേഷം കാരിക്കാമൂർ ഷൺമുഖൻ തിരിച്ചു വരുന്നു. ഇത്തവണ അതിഥി വേഷത്തിലാണ്. തുടരുമെന്ന ചിത്രത്തിലെ ജോർജ് സാറിനെ അവതരിപ്പിച്ച് കയ്യടി നേടിയ പ്രകാശ് വർമ്മയെ കേന്ദ്ര കഥാപാത്രമാക്കി രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് ഷൺമുഖനായി മമ്മൂട്ടി വീണ്ടും എത്തുക. മമ്മൂട്ടിയെ നായകനാക്കി 2004ൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത ചിത്രം ബ്ലാക്കിലെ നായക കഥാപാത്രത്തിന്റെ പേരായിരുന്നു കാരിക്കാമൂർ ഷൺമുഖൻ. മമ്മൂട്ടിയുടെ കരിയറിലെ സ്റ്റൈലിഷ് കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു അത്. അതേസമയം ഈ രഞ്ജിത്ത് ചിത്രം കൊച്ചിയിലെ പോലീസുകാരുടെ കഥയാണ് പറയുന്നത്. പ്രകാശ് വർമ്മയ്ക്കൊപ്പം പുതുമുഖങ്ങളാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. അഭിരാമിയും സിദ്ദിഖുമാണ് മറ്റ് പ്രധാന വേഷങ്ങളിൽ. ഉദയകൃഷ്ണയാണ് ചിത്രത്തിന്റെ തിരക്കഥ. മമ്മൂട്ടിയുടെ കാരിക്കാമൂർ ഷൺമുഖനായിട്ടുള്ള തിരിച്ചുവരവിനായി നമ്മൾക്ക് കാത്തിരിക്കാം. അടുത്ത ഞാൻ പറയുന്നത് മമ്മൂട്ടി ആരാധകർ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മമ്മൂട്ടി അതിഥി വേഷത്തിലെത്തുന്ന ഒരു ചിത്രത്തെ പറ്റിയാണ്. ലോക ചാപ്റ്റർ 2. ലോക ചാപ്റ്റർ 1 എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ശബ്ദ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ ഒരു ചിത്രം മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ചിത്രമാണ്. ലോകയുടെ ആദ്യ ഭാഗമായ ലോക ചാപ്റ്റർ 1 ചന്ദ്രയിൽ കല്യാണി പ്രിയദർശനായിരുന്നു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. നസ്ലിനും ഒരു പ്രധാന വേഷത്തിലെത്തിയിരുന്നു. കൂടാതെ ദുൽഖർ സൽമാൻ, ടോവിനോ തോമസ് എന്നിവർ അതിഥി വേഷത്തിലും എത്തിയിരുന്നു. ലോകയുടെ രണ്ടാം ഭാഗമായ ലോക ചാപ്റ്റർ 2ൽ ടോവിനോ തോമസ് ആണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. കൂടാതെ മൂത്തോൻ എന്ന കഥാപാത്രമായി രണ്ടാം ഭാഗത്തിൽ മമ്മൂട്ടി അതിഥി വേഷത്തിലും എത്തും. 2026 ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു സിനിമ ഒരു വൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി ഞാൻ പറയുന്നത് മമ്മൂട്ടി ആരാധകർ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ചിത്രത്തെ പറ്റിയാണ്. ബിഗ് ബി 2 അല്ലെങ്കിൽ ബിലാൽ. മലയാളത്തിലെ ട്രെൻഡ് സെറ്റർ പടം ബിഗ് ബിയുടെ രണ്ടാം ഭാഗമായ ബിലാൽ ഈ വർഷം ചിത്രീകരണം ആരംഭിച്ചേക്കും. ബിലാലിന്റെ തിരക്കഥ പൂർത്തിയായി. 2017 നവംബർ 17നാണ് ബിഗ് ബിക്ക് രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചത്. എന്നാൽ കോവിഡ് അടക്കമുള്ള പ്രതിസന്ധികളെ തുടർന്ന് ഈ പ്രോജക്റ്റ് നിശ്ചലമായി. മമ്മൂട്ടിയുടെ എക്കാലത്തെ മികച്ച സ്റ്റൈലിഷ് കഥാപാത്രമായ ബിലാൽ ജോൺ കുരിശിങ്കൽ വീണ്ടും അവതരിക്കുമ്പോൾ ആരാധകരും ആവേശത്തിലാണ്. 2007ലാണ് അമൽ നീരദ് ചിത്രം ബിഗ് ബി തിയേറ്ററുകളിലെത്തുന്നത്. രണ്ടാം ഭാഗത്തിനായുള്ള തിരക്കഥ ഏറെക്കുറെ പൂർത്തിയായിരിക്കുകയാണ്. ബിഗ് ബിക്ക് തിരക്കഥ തയ്യാറാക്കിയ ഉണ്ണിയാർ തന്നെയാണ് ബിലാലിൻ്റെയും തിരക്കഥ. നേരത്തെ തയ്യാറാക്കിയ തിരക്കഥയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നതാണ് ബിലാൽ നീളാൻ കാരണം. മനോജ് കെ ജയൻ, ബാല, മമത മോഹൻദാസ് എന്നിവരെല്ലാം ബിലാലിലും ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിക്കും.
ഫഹദ് ഫാസിലോ ദുൽഖർ സൽമാനോ ബിലാലിൽ അതിഥി വേഷത്തിൽ എത്തുമെന്നാണ് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. ഇക്കാര്യത്തിൽ സ്ഥിരീകരണമൊന്നും ആയിട്ടില്ല. അമൽ നീരദും ആൻഡോ ജോസഫും ചേർന്നായിരിക്കും നിർമ്മാണം. ഈ ഒരു ചിത്രം ഒരു വൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ മമ്മൂട്ടിയുടെ വരാനിരിക്കുന്ന ചിത്രങ്ങളെ പറ്റിയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന മമ്മൂട്ടിയുടെ വരാനുള്ള ചിത്രം ഏതാണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലെയുള്ള കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് ആദ്യമേ തന്നെ എത്തുന്നതിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഹൈപ്പ് ചെയ്യാൻ അറിയാമെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക.